ഓരോ നിമിഷവും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭാസങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. മനുഷ്യന്റെ ഇച്ഛാശക്തിയും പ്രതിബന്ധങ്ങളെ വകവയ്ക്കാതെ മുന്നോട്ട് നീങ്ങാനുള്ള കഴിവ് അപാരമാണ്. അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായി നിലകൊള്ളുന്നതാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യപ്രയത്നം കൊണ്ട് നിർമ്മിക്കപ്പെട്ട മഹത്തായ പിരമിഡുകൾ. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപാണ് ഈജിപ്തിലെ ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസയുടെ നിർമ്മാണം പൂർത്തിയായത്. ആധുനിക കാലത്തെ ക്രെയിനുകളുടെയും മറ്റ് ഉപകരണങ്ങളുടെയും സഹായമില്ലാതെ നിർമ്മിക്കാൻ സാധിച്ചു എന്നതാണ് ഈ പുരാതന നിർമ്മിതികളെ ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത്. മരണശേഷം തങ്ങൾക്ക് ദൈവതുല്യമായ ജീവിതമുണ്ടെന്നും ഈശ്വരന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുമെന്നുള്ള ഭരണാധികാരികളുടെ വിശ്വാസമാണ് പിരമിഡുകളുടെ നിർമ്മാണത്തിന് വഴിയൊരുക്കിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യപ്രയത്നത്തിന്റെയും ഇച്ഛാശക്തിയുടെയും അടയാളം കൂടിയാണ് പിരമിഡുകൾ. അന്നത്തെ കാലത്ത് എന്തെല്ലാം മാർഗങ്ങളാണ് പിരമിഡുകളുടെ നിർമ്മാണത്തിന് സഹായകരമായിട്ടുള്ളത്? മനുഷ്യപ്രയത്നം തന്നെയാണോ പിരമിഡുകളുടെ നിർമ്മാണത്തിന് കാരണമായത്? പിരമിഡുകളുടെ സംഭവബഹുലമായ ചരിത്രമാണ് ഇന്നത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. പുരാതന ഈജിപ്ത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു. ചൈനയിലെ വൻമതിൽ പോലെ ഈജിപ്തിലെ പിരമിഡുകൾ ഭൂമിയിലെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ശ്രേഷ്ഠമായ ഒന്ന് തന്നെയാണ്. ഈജിപ്തിലെ ഫറവോന്മാരും ഉന്നത ഉദ്യോഗസ്ഥരും തങ്ങളുടെ ശവകുടീരങ്ങളായിട്ടാണ് പിരമിഡുകൾ നിർമ്മിച്ചത്. ഈ ഭീമാകാരമായ സ്മാരകങ്ങൾ ഒരു വ്യക്തിയുടെ ശക്തിയും സമ്പത്തും പ്രദർശിപ്പിക്കുകയും മരണാനന്തര ജീവിതം നയിക്കാനുള്ള സ്ഥലമായി മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ നൂറുകണക്കിന് പിരമിഡുകളാണ് ഈജിപ്തിലുള്ളത്. ഈജിപ്തിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പിരമിഡുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പിരമിഡ് മെക്സിക്കൻ സംസ്ഥാനമായ പ്ലൂബയിൽ ചോളൂലയിലെ മെസോ അമേരിക്കൻ ഗ്രേറ്റ് പിരമിഡാണ്. സഹസ്രാബ്ദങ്ങളായി ഭൂമിയിൽ ഏറ്റവും വലിയ ഘടനകൾ പിരമിഡുകളായിരുന്നു. ആദ്യം ദഷൂർ നെക്രോപോളിസിലെ ചുവന്ന പിരമിഡും പിന്നീട് ഈജിപ്തിലെ ഖുഫുവിന്റെ ഗ്രേറ്റ് പിരമിഡും. ഇതിൽ പറഞ്ഞ രണ്ടാമത്തെ പിരമിഡ് പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. മെസപ്പൊട്ടോമിയക്കാരാണ് സിഗുറാറ്റുകൾ എന്നറിയപ്പെടുന്ന ആദ്യകാല പിരമിഡൽ ഘടനകൾ നിർമ്മിച്ചത്. പുരാതന കാലത്ത് ഇവ സ്വർണം, വെങ്കലം എന്നിവയിൽ തിളങ്ങുന്ന ചായത്താൽ പൂശിയിരുന്നു. വെയിലത്തുണങ്ങിയ ചെളി ഇഷ്ടിക കൊണ്ടാണ് അവ നിർമ്മിച്ചത്. ഓരോ സിഗുറാറ്റുകളും മറ്റു കെട്ടിടങ്ങൾ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്ര സമുച്ചയത്തിന്റെ ഭാഗമായിരുന്നു. ഏറ്റവും പ്രശസ്തമായ ആഫ്രിക്കൻ പിരമിഡുകൾ ഈജിപ്തിലാണ്. ഇഷ്ടികയോ കല്ലുകളോ ഉപയോഗിച്ച് നിർമ്മിച്ച വലിയ ഘടനകളാണിവ. അവയിൽ ചിലത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാണങ്ങളിൽ ഒന്നാണ്. സൂര്യന്റെ കിരണങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇവയുടെ ആകൃതി. മിക്കപ്പോഴും മിനുസപ്പെടുത്തിയ വെളുത്ത ചുണ്ണാമ്പുകല്ല് പ്രതലമായിരുന്നു. പുരാതന ഈജിപ്തുകാർ BC 2700 മുതൽ BC 1700 വരെ പിരമിഡുകൾ നിർമ്മിച്ചു. 3-ാം രാജവംശത്തിന്റെ കാലത്ത് ഫറവോൻ ജോസറും അദ്ദേഹത്തിന്റെ വാസ്തുശില്പിയായ ഇംഹോടെപ്പും ചേർന്നാണ് ആദ്യത്തെ പിരമിഡ് സ്ഥാപിച്ചത്. ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ ഈജിപ്തിലെ തന്നെയും ലോകത്തിലെ തന്നെയും ഏറ്റവും വലിയ പിരമിഡായി അറിയപ്പെടുന്നു. 146.6 മീറ്റർ ഉയരമുള്ള ഈ പിരമിഡ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മിതികളിൽ ഒന്നായി ഏറെക്കാലം നിലകൊണ്ടു. ഇതിന്റെ അടിത്തറ ഏകദേശം 53,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ളതാണ്. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ നിലവിലുള്ള ഒരേയൊരു പിരമിഡ് ഇത് മാത്രമാണ്. പുരാതന ഈജിപ്ഷ്യൻ പിരമിഡുകൾ മിക്കപ്പോഴും നൈൽ നദിയുടെ പടിഞ്ഞാറായി സ്ഥാപിക്കപ്പെട്ടിരുന്നു. 2008 കണക്കനുസരിച്ച് ഏകദേശം 135 പിരമിഡുകൾ ഈജിപ്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്നത് കെയ്റോയ്ക്ക് സമീപമാണ്. പിരമിഡുകളെ സംബന്ധിക്കുന്ന നിഗൂഢതകൾ. ഒരുപക്ഷെ പിരമിഡിന്റെ നിർമ്മാണം തന്നെ ആധുനിക കാലത്തെ നിഗൂഢതകളിലൊന്നാണ്. പിരമിഡ് പോലെ ഇത്രയും വലിയൊരു സ്മാരകം എങ്ങനെയാണ് മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടത് എന്നത് ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ഏറെ നാൾ ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായിരുന്നു. പിരമിഡുകളുടെ നിർമ്മാണത്തിന് വലിയ അളവിലുള്ള കല്ലുകൾ നീക്കുന്നത് വളരെ അത്യാവശ്യമായിരുന്നു. കൂടുതൽ കല്ലുകളും സമീപത്തെ ക്വാറികളിൽ നിന്നാണ് കൊണ്ടുവന്നതെങ്കിലും ദൂരസ്ഥലത്തു നിന്നും കല്ലുകൾ എത്തേണ്ടിയിരുന്നു. ഉദാഹരണത്തിന് തുറയിൽ നിന്നുള്ള വെളുത്ത ചുണ്ണാമ്പ് കല്ലുകളും അസ്വാനിൽ നിന്നുള്ള ഗ്രാനൈറ്റ് കല്ലുകളും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ലഭ്യമായത് 2013 ചെങ്കടൽ തീരത്തുള്ള ഒരു പുരാതന ഈജിപ്ഷ്യൻ തുറമുഖത്ത് നിന്ന് ഡയറി ഓഫ് മെറർ എന്ന് പേരിട്ടിരിക്കുന്ന പെപ്പറി കണ്ടെത്തി. 4500 വർഷങ്ങൾക്ക് മുൻപ് ടൈറ്റിൽ ഇൻസ്പെക്ടർ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ എഴുതിയ ലോഗ് ബുക്കുകളായിരുന്നു അവ. നൈൽ നദിയിലുള്ള ടുറ ക്വാറിയിൽ നിന്ന് ഫറവോൻ ഖുഫുവിന്റെ ശവകുടീരമായ ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിലേക്ക് വെള്ള ചുണ്ണാമ്പുകല്ല് കടത്തുന്നതിനെക്കുറിച്ച് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ കല്ലുകൾ തടികൊണ്ടുള്ള സ്ലഡ്ജുകൾ ഉപയോഗിച്ചാണ് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. തടികൾ നീക്കുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം കുറയ്ക്കാനായി നല്ല നനവുള്ള മണൽത്തരികൾ
കല്ലുകൾക്കും സ്ലഡ്ജുകൾക്കുമിടയിൽ പാലമായി പ്രവർത്തിച്ചു. അവയെ ഒന്നിച്ചു നിൽക്കാൻ സഹായിക്കുന്നു. പരിസരത്ത് നിന്ന് ലഭിച്ച നിരവധി കട്ടിംഗ് ടൂളുകൾ സൂചിപ്പിക്കുന്നത് പോലെ നിർമ്മാണ സ്ഥലത്തിന് സമീപമാണ് തൊഴിലാളികൾ കല്ലുകൾ മുറിക്കുന്നത്. പൂർത്തിയാക്കിയ കട്ടകൾ മുൻകൂട്ടി തയ്യാറാക്കിയ ഈ അടിത്തറയിൽ സ്ഥാപിക്കുന്നു. പരിചയസമ്പന്നരായ സർവേയർമാരുടെ സഹായത്തോടെയാണ് കല്ലുകൾ സ്ഥാപിക്കാനുള്ള അടിത്തറ ഒരുക്കിയത്. ഈ സിദ്ധാന്തങ്ങളെല്ലാം തന്നെ വിശ്വസനീയമാണെന്ന് തോന്നാം, പക്ഷേ പ്രശ്നം ഇതിന്റെ നിർമ്മാണത്തിനെടുത്ത സമയമാണ്. 20 വർഷത്തിനുള്ളിലാണ് പിരമിഡ് പൂർത്തിയായതായി പറയപ്പെടുന്നത്. 20,000 ആളുകൾ കല്ലുകൾ കടത്തിയാൽ വർഷം മുഴുവൻ ഓരോ 3 നിമിഷത്തിലും ഓരോ കല്ലുകളാണ് സ്ഥാപിക്കേണ്ടത്. അക്കാലത്തുണ്ടായിരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഇത് വേഗത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. മേൽപ്പറയുന്ന സിദ്ധാന്തങ്ങളൊന്നും ഈ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നില്ല. പിരമിഡുകളുടെ നിർമ്മാണത്തിൽ ബാഹ്യശക്തികളായ അന്യഗ്രഹ ജീവികളുടെ ഇടപെടലുകൾ ഉണ്ടാകാമെന്നത് ഇതിൽ നിന്നുണ്ടായ ഒരു തിയറിയാണ്. എന്ന് മാത്രമല്ല, വെളുത്തവരാണ് ഏറ്റവും ശ്രേഷ്ഠരെന്ന് വിശ്വസിച്ചിരുന്ന ഒരു രാജ്യങ്ങളുടെ നിര ഇന്നും നമുക്കിടയിലുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിർമ്മിതികളിലൊന്നും മനുഷ്യ സംസ്കാരത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നുമാണ് പിരമിഡ്. കഴിഞ്ഞ കാലത്തെ ആളുകൾക്ക് തങ്ങൾ നേടിയതെന്ന് പറയുന്നതെല്ലാം സൃഷ്ടിക്കാനുള്ള അറിവോ സാങ്കേതിക വിദ്യയോ കഴിവോ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈജിപ്തിലെ മഹത്തായ പിരമിഡുകൾ, അതുമല്ലെങ്കിൽ പെറുവിലെ നാസ്ക ലൈനുകളുടെ നിർമ്മാണം 13,000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മറ്റൊരു പുരോഗമിച്ച നാഗരികതയോ അല്ലെങ്കിൽ അറ്റ്ലാന്റിസിലെ നിവാസികളോ ആണ് നിർമ്മിച്ചതെന്ന് ഈ മഹത്തായ ചരിത്രങ്ങളുടെ സത്യം മറയ്ക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള വെളുത്ത ദേശീയതാവാദമുയർത്തുന്ന രാജ്യങ്ങൾ ശ്രമിക്കുന്നതായി ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. അമേരിക്ക തന്നെ തങ്ങളുടെ സ്വന്തം രാജ്യത്തിലെ പൂർവികരായ കറുത്ത വർഗ്ഗക്കാരോട് വിവേചനപരമായാണ് പെരുമാറുന്നത്. പക്ഷേ പുരാതന ഗ്രീസിലെയോ ഇറ്റലിയിലോ ജീവിച്ചിരുന്നവരുടെ നേട്ടങ്ങൾ അപൂർവമായാണ് ചോദ്യം ചെയ്യപ്പെടാറുള്ളത്. വെളുത്ത ദേശീയതാവാദികളുടെ സിദ്ധാന്തമാണ് പുരാതന വെള്ളക്കാരായ അറ്റ്ലാന്റിയക്കാർ, ആര്യന്മാർ അല്ലെങ്കിൽ സൊലൂട്രിയക്കാർ ആദ്യമേ വടക്കേ അമേരിക്കയിലേക്ക് യാത്ര ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ജനങ്ങളുടെ സ്ഥാനം ഇവർ കൈയടക്കുന്നു. 20-ാം നൂറ്റാണ്ടിലെ അഡോൾഫ് ഹിറ്റ്ലറിന്റെ നാസി ചിന്താഗതി എന്തെന്ന് വെച്ചാൽ, വെളുത്ത ആര്യരാണ് അറ്റ്ലാന്റിസിലെ ജനങ്ങളുടെ യഥാർത്ഥ പിന്മുറക്കാരെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പാർത്ത തങ്ങളിൽ നിന്നാണ് പിരമിഡ് പോലെയുള്ള സൃഷ്ടികൾ നിർമ്മിക്കാൻ ആവശ്യമായ അറിവും സാങ്കേതികതയും മറ്റുള്ളവർക്ക് ലഭിച്ചതെന്ന് ലോകമെമ്പാടും തങ്ങളുടെ അധീശത്വത്തിൽ കൊണ്ടുവരാനായി ഇവർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. നരവംശ ശാസ്ത്രജ്ഞരും ജനിതക ശാസ്ത്രജ്ഞരും വംശമെന്നത് ജനിതകമായി നിർവചിക്കപ്പെട്ട ഒരു ആശയമല്ല, മറിച്ച് സാമൂഹികമായി നിർവചിക്കപ്പെട്ടതാണെന്ന് പണ്ടേ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വെളുത്ത ദേശീയവാദികൾ പ്യുവർ വൈറ്റ് റേസ് എന്ന ആശയത്തെ ഇത്തരത്തിൽ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാനായി ശ്രമിക്കുന്നു. ഇതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് പിരമിഡ് പോലുള്ള സൃഷ്ടികൾ അന്യഗ്രഹ ജീവികളാൽ നിർമ്മിക്കപ്പെട്ടു എന്ന വാദം. ഇന്ന് നിലവിലുള്ള പല നിർമ്മാണ രീതികൾക്കും പ്രചോദനമായത് ദ ഗ്രേറ്റ് പിരമിഡാണ്. അതുമാത്രവുമല്ല, തൊഴിലാളികൾ തമ്മിലുണ്ടാകേണ്ട പരസ്പര ധാരണ, തടി, കല്ലുകൾ തുടങ്ങിയ നിർമ്മാണ വസ്തുക്കൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാനായി വള്ളങ്ങൾ ഉപയോഗിക്കാം എന്ന ആശയം, വലിയ നിർമ്മാണങ്ങൾ നടക്കുന്നതിനിടയിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ നേരിടാനുള്ള കഴിവ്, എല്ലാത്തിലുമുപരി തൊഴിലാളികൾക്കിടയിലുള്ള സംഘബോധം, ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പാഠപുസ്തകമാണ് പിരമിഡിന്റെ നിർമ്മിതി.